അധ്യായം 36. ഓർമ്മയുണ്ടോ? ലതാ മണ്ഡപത്തിൽ നിന്ന് തോട്ടത്തിൽ പോകുന്ന വഴിയിൽ നോക്കിക്കൊണ്ട് ഇളയ റാണി നന്ദിനി 3 പ്രാവശ്യം കൈകൊട്ടി. അവളുടെ മുഖത്ത് കണ്ടത് ചെടികളുടെ നിഴലാണോ അതോ ഭയത്തിന്റെ ലാഞ്ചനയാണോ എന്ന് കൃത്യമായി നിർവചിക്കാൻ പറ്റിയിരുന്നില്ല. ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മന്ത്രവാദി വെളിയിൽ വന്നു. റാണി മഞ്ചത്തിൽ ചെന്നിരുന്നു. മന്ത്രവാദി എന്ന മനുഷ്യൻ നമ്മൾ മുമ്പ് തിരുപ്പിറമ്പിയം കാട്ടിൽ കണ്ട രവിദാസൻ തന്നെയായിരുന്നു. തൻ്റെ പൂച്ച കണ്ണുകൾ കൊണ്ട് അവളെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചില മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു. നിർത്തൂ, പറയാനുള്ളത് വേഗം പറയൂ, അദ്ദേഹം ഉടനെ വരും, നന്ദിനി പറഞ്ഞു. നന്ദിയില്ലാത്ത നന്ദിനി, അയാൾ ചീറി. മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. നന്ദിനി അവളുടെ മുഖം വേറെ ഭാഗത്തേക്ക് തിരിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് വൈഗാ നദിയുടെ കരയിലുള്ള ശ്മശാനത്തിൽ അർദ്ധരാത്രി കുറച്ചു പേർ കൂടി ഒളിച്ചുവെച്ച ഒരു മൃതദേഹം കൊണ്ടുവന്നു. കാട്ടിൽ നിന്നും ഉണങ്ങിയ മരക്കൊമ്പുകൾ കൊണ്ട് ചിതയൊരുക്കി. തീ നന്നായി കത്തിത്തുടങ്ങിയപ്പോൾ കാട്ടിൽ നിന്നും നിന്നെ കൈയും കാലും കെട്ടിയ നിലയിൽ കുറച്ചുപേർ കൊണ്ടുവന്ന് ആ മൃതദേഹത്തിന്റെ കൂടെ ഇട്ട് കത്തിക്കാൻ ശ്രമിച്ചു. അതിനു മുമ്പ് എല്ലാവരും ചിതയുടെ മുമ്പിൽ ഒരു ശബ്ദമെടുത്തു. നിന്റെ വായ് മാത്രമേ മൂടിക്കെട്ടിയിരുന്നുള്ളൂ. നിനക്ക് കാണാനും കേൾക്കാനും സാധിക്കുമായിരുന്നു. നീ എന്തോ പറയാൻ ശ്രമിച്ചു. കെട്ടഴിക്കേണ്ട, പഴയ കഥ തന്നെയായിരിക്കും എന്നൊരുവൻ പറഞ്ഞു. അവരുടെ തലവനെ പോലെ തോന്നിച്ചിരുന്നവൻ, കെട്ടഴിക്ക്, അവൾ എന്താ പറയുന്നതെന്ന് കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ, അന്ന് നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? രവിദാസൻ ചോദിച്ചു. നന്ദിനി മറുപടി ഒന്നും പറഞ്ഞില്ല. ഭയം കൊണ്ട് പതറിയ അവളുടെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണീർ നിറഞ്ഞു നിന്നു. ശപഥമെടുത്ത എല്ലാവരെയും പോലെ നീയും പ്രതികാരം ചെയ്യുമെന്ന് സത്യം ചെയ്തു. നിന്റെ ബുദ്ധിയും രൂപലാവണ്യവും അതിനുവേണ്ടി ഉപയോഗിച്ച് അവിടെ കൂടിയിരുന്നവർക്ക് സഹായമായി നിൽക്കും എന്നും നീ പറഞ്ഞു. അവിടെ കൂടിയിരുന്നവർ പലരും നീ പറഞ്ഞത് വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു. നിന്റെ ജീവൻ രക്ഷിച്ചു. അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാതെ എന്താ? എൻ്റെ ഹൃദയത്തിൽ തീ കൊണ്ട് എഴുതിയതുപോലെ ഇന്നും പുകയുന്നുണ്ട്, നന്ദിനി പറഞ്ഞു. പിന്നെ ഒരു നാൾ നാം എല്ലാവരും കാട്ടുവഴിയെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ചെറിയ കുതിരപ്പട വന്നു. ഞങ്ങളെല്ലാം കാടിനകത്ത് ഒളിഞ്ഞപ്പോൾ നീ മാത്രം അതിനെതിരായി വഴിയിൽ തന്നെ നിന്നു. അവർ നിന്നെ പിടിച്ചു. അവരുടെ തലവൻ പഴുവേറ്റരയർ നിന്റെ അഴകിൽ മയങ്ങി നിന്റെ മോഹവലയിൽ വീണു. നീ ഞങ്ങളെ പറ്റിച്ചു രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നെ വിടാതെ പിന്തുടർന്നു. ദ്രോഹിയായ നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ശബ്ദത്തിന് വേണ്ടിയാണ് നീ അയാളെ വിവാഹം കഴിച്ചതെന്നും ഈ അരമനയിൽ താമസിച്ചുകൊണ്ട് വേണ്ട സഹായമൊക്കെ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞു. ഇതൊക്കെ അറിവുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? എന്തിനാ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? നന്ദിനി ചോദിച്ചു. മാർദ്ദവമുള്ള മെത്തയും വിലപിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണവും ദാസിമാരും അടങ്ങിയ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുന്ന നീ പഴയതെല്ലാം മറന്നുപോയി, മന്ത്രവാദി കുറ്റപ്പെടുത്തി. അതോ ഇന്നലെ പുതുതായി കിട്ടിയ പരിചയം, സുന്ദരനായ ചെറുപ്പക്കാരൻ, അവനെ കണ്ടു മയങ്ങി പ്രതികാരം ചെയ്യാനുള്ള ആർജവമൊക്കെ നഷ്ടപ്പെട്ടോ? നന്ദിനിക്കിത് കേട്ടതും ചെറിയൊരു അമ്പരപ്പുണ്ടായി. നുണ, നുണ, മുഴുവൻ കല്ലുവെച്ച നുണ, അവൾ പറഞ്ഞു. പിന്നെന്തിനാ നീ പതിവ് പോലെ നിന്റെ സഹായി പെണ്ണിനെ അയക്കാഞ്ഞത്? ഞാൻ അയച്ചിരുന്നു. പക്ഷേ ആ മണ്ടി ഏണി വഴി വേറെ ആളെ കയറ്റിക്കൊണ്ടുവന്നു. ആരുടെ കുറ്റമായാലും എൻ്റെ പണി തീരേണ്ടതായിരുന്നു. ആ ചെറുപ്പക്കാരനെ തിരക്കി വന്ന ആൾക്കാർ എന്നെ പിടിക്കാൻ വന്നു. ഞാൻ പോകുന്നതുവരെ അടുത്ത തോട്ടത്തിലെ കുളത്തിൽ മുങ്ങിക്കിടക്കേണ്ടി വന്നു. ഇത് കണ്ടില്ലേ, എൻ്റെ വസ്ത്രമെല്ലാം നനഞ്ഞുപോയി. നിനക്കത് വേണം. എന്നെ വെറുതെ സംശയിച്ചതിന് നിനക്ക് ശിക്ഷ കിട്ടിയതാണ്. നന്ദിനി, സത്യം പറ, നീ ആ ചെറുപ്പക്കാരൻ്റെ സൗന്ദര്യത്തിൽ വീണുപോയോ? ചോളനാട്ടുകാരാണ് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ മന്ത്രവാദി? അവൾ ചോദിച്ചു. ശരി, നീ സത്യം പറയുകയാണ് എന്ന പക്ഷത്തിൽ അവൻ എന്തിനാണ് നിന്നെ കാണാൻ വന്നത്? നീ എനിക്ക് പോലും തരാത്ത പഴവൂർ മുദ്രമോതിരം എന്തിനാ അവന് കൊടുത്തു? അവനെ ഇവിടെ വരുത്താൻ വേണ്ടിയാണ് മുദ്രമോതിരം കൊടുത്തത്. പോകുമ്പോൾ അത് തിരിച്ചു വാങ്ങും, നന്ദിനി പറഞ്ഞു. അവനുമൊത്ത് എന്തിനാ ഇത്രയും നേരം സല്ലാപം ചെയ്തത്? നമ്മുടെ കാര്യം നിറവേറ്റാൻ അവൻ ഉപകാരപ്പെടും. നീ പെണ്ണിന്റെ ബുദ്ധി കാണിച്ചോ? നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മുടെ രഹസ്യമെല്ലാം പറഞ്ഞോ? രവിദാസന് കോപം വന്നു. വിഡ്ഢിത്തരം പറയരുത് മന്ത്രവാദി. ഞാൻ അവനിൽ നിന്നാണ് രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. ഇളയ തമ്പുരാട്ടി കുന്തവയ്ക്ക് ആ ചെറുപ്പക്കാരൻ ഒരു ഓല കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ മറുപടി ഓല എന്നെ കൊണ്ട് കാണിക്കാമെന്നവൻ സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രവാദിക്ക് വീണ്ടും ദേഷ്യം വന്നു. നിന്റെ ഓലയുമായി എഴുത്താണിയുമായി. ഞാൻ അറിഞ്ഞത് പ്രകാരം ചോളനാട്ടിലെ കാര്യങ്ങളെല്ലാം നീക്കുന്നത് നിന്റെ ഭർത്താവ് പഴുവേറ്റരയറാണ്. നീ എന്തിനാ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നത്? മന്ത്രവാദി, നിനക്ക് കാര്യങ്ങൾ ഇത്രയേ അറിയൂ. പഴയാറയിലുള്ള ആ പെൺ പുലിക്കുട്ടിയാണ് പല കരുക്കളും നീക്കുന്നത്. അവളെ സഹായിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ ഞാൻ വശത്താക്കുക വഴി അവളുടെ എല്ലാ പദ്ധതികളും പൊളിക്കാൻ പറ്റും. രവിദാസന്റെ മുഖം പ്രകാശമാനമായി.
റാണി കൊള്ളാം, അവൻ മനസ്സിൽ വിചാരിച്ചു. നീ ആ ചെറുപ്പക്കാരനെ കോട്ടയ്ക്ക് വെളിയിൽ കൊണ്ടുപോകും. അവൻ പഴയാറയിൽ എത്തേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. അവൻ്റെ കണ്ണ് കെട്ടി തുരങ്കപാതയിലൂടെ കൊണ്ടുപോകണം. ആട്ടെ, നീ വന്ന കാര്യം പറഞ്ഞില്ല, നന്ദിനി പറഞ്ഞു. ഇനിയും പണം വേണം. ലങ്കയിലേക്കും കാഞ്ചിയിലേക്കും പോകാൻ ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. നിന്റെ പൊന്നിനോടുള്ള ആർത്തി തീരില്ലേ? പൊന്നെൻ്റെ സ്വന്തം ഉപയോഗത്തിനല്ല എന്ന് മനസ്സിലാക്കണം. അതിനല്ലേ ഇന്നലെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ലങ്കയിലേക്ക് പോകുന്നവരുടെ കയ്യിൽ ലങ്കയിലെ പൊന്നാണയം കൊടുക്കണം, മന്ത്രവാദി പറഞ്ഞു. നീ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കതറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവൾ ഇരുന്നിരുന്ന കട്ടിലിനടിയിൽ നിന്നും കുനിഞ്ഞ് ഒരു സഞ്ചിയെടുത്ത് അവന് കൊടുത്തു. ഒരു ഉപകാരം ചെയ്യും. ആ ചെറുപ്പക്കാരനെ ഏതെങ്കിലും വഴി കോട്ടയിലേക്ക് വെളിയിലാക്കി കൊടുക്കും. അവൻ തുരങ്കപാത കാണിച്ചു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. നന്ദിനി പല പ്രാവശ്യം കൈകൊട്ടി നോക്കി. രവിദാസനും നന്ദിനിയും കൂടെ പുറത്തേക്ക് വന്ന് നാലുപാടും നോക്കി. അവിടെയൊന്നും വന്ധ്യദേവന്റെ പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല.